ഹലോ ഡിയേഴ്സ്, നമ്മളിന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് നമുക്ക് ക്ലോൺ സ്റ്റാമ്പ് ടൂളും അതേപോലെ തന്നെ ക്ലോൺ സ്റ്റാമ്പ് പാറ്റേൺ സ്റ്റാമ്പ് അതിൻ്റെ യൂസുകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് അല്ലേ. ഇനി നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമുക്ക് എന്താണ് ഹിസ്റ്ററി ബ്രഷ് ടൂളിൻ്റെ യൂസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ആർട്ട് ഹിസ്റ്ററി ബ്രഷ് ടൂൾ എന്താണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമുക്കിത് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഞാൻ ഇമേജിൽ കുറച്ച് ചേഞ്ചസ് ഇതേപോലെ വരുത്തി. ഓക്കെ, ഇമേജിൽ ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമൊക്കെ നടത്തി. പക്ഷേ അത് നമുക്ക് ആ ഒരു ഇമേജിനകത്ത് നമുക്കറിയാം, നമുക്ക് ലെയറുകളെല്ലാം ലോക്ക്ഡാണ്. അപ്പോൾ ലെയറുകൾക്ക് മാത്രമാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ലെയർ നമുക്ക് അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലെയറിനെ അൺലോക്ക് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ലെയറിൻ്റെ പേര് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ലെയർ വൈസ് ആയിട്ടാണ് നമ്മൾ ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ ഒരു റാസ്റ്റർ ബേസ്ഡ് സോഫ്റ്റ്വെയറിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ മുൻപത്തെ വീഡിയോസിൽ മനസ്സിലാക്കിയതാണ്. ഇവിടെ ഞാനിപ്പോൾ ഇതേപോലെ കുറേ ചേഞ്ചസ് എല്ലാം നടത്തി. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ക്ലോൺ സ്റ്റാമ്പുമായി ബന്ധപ്പെടുത്തിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിവിടെ ചെറിയ ചേഞ്ചസ് എല്ലാം ആഡ് ചെയ്തു. ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തു. പക്ഷേ നമുക്കത് നോക്കുമ്പോൾ എനിക്കത് കുറേ മിസ്റ്റേക്സ് ആയിട്ടാണ് തോന്നുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ഇവിടെ ഡ്രസ്സിൻ്റെ കുറച്ച് പാർട്ടിലൊക്കെ നമ്മളിവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കുറച്ച് ഇതേപോലെ ചെറിയ ചേഞ്ചസ് ഒക്കെ ചെയ്തു. പക്ഷേ നമ്മുടെ അത് ഔട്ട് ഓഫ് കൺട്രോൾ ആയിപ്പോയി. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ചേഞ്ചുകളെ നമുക്ക് ആ ഒരു ഇമേജിൽ തന്നെ ക്യാൻസൽ ചെയ്യാൻ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ബിക്കോസ് അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരമാവധി നമ്മൾ ഒരു പുതിയ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ Ctrl+J യൂസ് ചെയ്തുകൊണ്ട് ചെയ്യണമെന്ന് പറയുന്നത്. നമ്മൾ Ctrl+J യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചേഞ്ചസ് എല്ലാം വരുന്നത്. ഇപ്പോൾ ഇനി നമുക്ക് ഇവിടെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെയറിൽ മാത്രമായിരിക്കും. അപ്പോൾ ഈ ലെയർ ഓഫ് ചെയ്യുമ്പോൾ ആ ഒരു ഏരിയ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മൾ ചില സമയത്ത് നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇമേജിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു പോവുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ യൂസ്ഫുള്ളായിട്ട് ആ ഒരു കാര്യങ്ങൾ മാത്രം ക്യാൻസൽ ചെയ്യാനോ ആ ഒരു ഏരിയയിൽ മാത്രം കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനോ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഹിസ്റ്ററി ബ്രഷ് ടൂൾ. ഹിസ്റ്ററി ബ്രഷ് ടൂളിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ കാണുന്ന പോലെ തന്നെയാണ്. വൈ ആണ് ഹിസ്റ്ററി ബ്രഷിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹിസ്റ്ററി ബ്രഷ് ടൂളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്ത ആ ഒരു പാർട്ട് ഇങ്ങനെ ഇതേപോലെ എറേസ് ചെയ്ത് കളയാൻ കഴിയും. ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ചെറിയ ചേഞ്ചസ് വരുത്തി അല്ലേ. അപ്പോൾ ഇത് റിയലി ആ ഒരു ഇമേജ് എങ്ങനെയായിരുന്നോ ആ ഒരു രീതിയിലേക്ക് തന്നെ നമുക്കതിനെ എറേസ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് ഹിസ്റ്ററി ബ്രഷ് ടൂളിൻ്റെ യൂസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ നമ്മളിത് എറേസ് ചെയ്ത് കളഞ്ഞു. ഈ ഹിസ്റ്ററി ബ്രഷ് ടൂൾ എന്ന് പറയുന്നത് വെരി സിമ്പിളാണ്. ആക്ച്വലി എന്താണോ നമ്മുടെ ഇമേജിനകത്ത് നമ്മുടെ കണ്ടൻറ്റിനകത്ത് നമ്മൾ എഡിറ്റ് ചെയ്തത്, ആ എഡിറ്റ് ചെയ്ത പാർട്ടുകളെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. പക്ഷേ വൺസ് അഗെയിൻ ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്യുന്നു, നമ്മളൊരിക്കൽ പോലും ആ ഒരു ഇമേജിൽ തന്നെ എഡിറ്റുകൾ നടത്താതിരിക്കുക. എപ്പോഴും നമുക്കൊരു സേഫ് എന്ന് പറയുന്നത് നമ്മുടെ പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്ത് ആ ലെയറിന് നമ്മൾ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പേരോ, അപ്പോൾ നമുക്ക് കൊടുത്തിരിക്കുന്ന ക്യാരക്ടറിന് എന്തെങ്കിലും പേരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇമേജിൻ്റെ അതിൻ്റെ പേരുകൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് 1A എന്നൊക്കെ പറഞ്ഞ് കൊടുത്തുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുകയാണെന്നെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അത് എഡിറ്റ് ചെയ്യാനും പിന്നീട് അതിനെ ഒന്ന് കളർ കറക്റ്റ് ചെയ്യാനും ഒന്നും നമുക്ക് സാധിക്കില്ല. ഇവിടെ നമ്മൾ ഈ ഒരു ലെയർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ ഞാൻ ഇമേജ് ഉണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ടും ഒരു ഫോർഗ്രൗണ്ട് ഇമേജുമായിട്ട് നമുക്ക് ഇവിടെ 2 ഇമേജുകളുണ്ട് അല്ലേ. ഇപ്പോൾ ഈ ഇമേജ് ഇത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ലെയറിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്താൽ ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് അത് കളഞ്ഞു. ഈ ഒരു ഇമേജിൽ നമുക്ക് ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കണ്ടൻറ്റുകളൊക്കെ ഞാൻ ജസ്റ്റ് ക്യാൻസൽ ചെയ്തു. ഇവിടെ ചെയ്ത കുറേ വർക്കുകളൊക്കെ ക്യാൻസൽ ചെയ്തു. ഓക്കെ ഫൈൻ. ദെൻ ഞാൻ ഇതിനെ Ctrl+J കൊടുത്ത് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, പുതിയ ലെയർ വന്നു. ഈ പുതിയ ലെയറിൽ നമുക്കിപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ട് ലെയർ ഉണ്ട്, നമുക്കിതിൻ്റെ ഫോർഗ്രൗണ്ട് ആയിട്ട് ഏറ്റവും മുകളിൽ ലെയർ ആയിരിക്കും നമുക്കിവിടെ കാണുന്നുണ്ടാവുക എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. നമുക്ക് ഈ ഒരു ലെയറിനെ നമുക്ക് വീണ്ടും ലോക്ക് ചെയ്യണമെന്ന് വിചാരിക്കും. ഈ ലെയറിൽ നമുക്ക് കാര്യങ്ങൾ വേണ്ടാന്നുണ്ടെങ്കിൽ ആ ലെയറിനെ നമുക്ക് ലോക്ക് ചെയ്യാവുന്നതാണ്, അതിന് പ്രശ്നമൊന്നുമില്ല. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇവിടെ നമുക്ക് കുറച്ച് ലെയർ സ്റ്റൈൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള Ctrl+B എന്ന് പറയുന്ന കുറച്ച് ആട്രിബ്യൂട്ട്സ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ലെയറിനെ നമുക്ക് ജസ്റ്റ് അതിൻ്റെ കുറച്ച് കളർ ചേഞ്ച് അതായത് ലോക്ക് ചെയ്തിട്ടില്ല, നമുക്ക് ലോക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് ചെയ്ത് പോവാം. നമുക്ക് ഈ ഒരു ലെയറിൽ ഞാൻ കുറച്ച് കളർ ചേഞ്ചസ് വരുത്താണ് കേട്ടോ.
ഇപ്പോൾ ഇതേപോലെ റെഡ് ഒരു ഇമേജിലേക്ക് നമുക്ക് കളർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ടാണ് Ctrl+B എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ചില സമയത്ത് പിക്ചറുകളൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് പിക്ചറിൻ്റെ വാല്യൂസൊക്കെ ഒരുപാട്, അതായത് അവിടുത്തെ ലൈറ്റും കാര്യങ്ങളെല്ലാം ബേസ് ചെയ്തുകൊണ്ട് പിക്ചറിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ റെഡ് കൂടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ റെഡ് ലൈറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചിലപ്പോൾ അവിടെ വൈറ്റ് ബാലൻസും കാര്യങ്ങളൊന്നും അറേഞ്ച് ചെയ്യുന്നതും കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ യെല്ലോ ലൈറ്റ് കൂടുതലുണ്ടാവും. ചിലപ്പോൾ പ്രിൻറ്റിങ്ങിൻ്റെ സമയത്ത് നമ്മൾ സിയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ CMYK മോഡ്സും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ പ്രിൻറ്റിങ്ങിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഇതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം നമുക്കിതിൽ കുറച്ച് ഗ്രീൻ കൂടുതലാണ്, അപ്പോൾ നമുക്ക് ഗ്രീൻ കുറയ്ക്കണം, അല്ലെങ്കിൽ ഇതിൽ കുറച്ച് യെല്ലോ കൂടുതലാണ്, അപ്പോൾ യെല്ലോ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ യെല്ലോ പാർട്ട് മാത്രം ഇവിടുന്ന് റിലീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഒരു ബ്ലൂയിഷ് ടോണായിട്ട് ഒരു ഇമേജിനെ മാറി. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ Ctrl+B ആണ് നമ്മളതിന് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്ത ഒരു ടൂൾ നമ്മൾ ഇത്രയും കുറേ ചേഞ്ചസ് ഒക്കെ നടത്തി അല്ലേ. ഇതേപോലെ നമുക്കൊരു ഇമേജ് നമ്മൾ നടത്തി ഇതിന് ഓക്കെ കൊടുത്തു. ഓക്കെ, ഇങ്ങനെ ഓക്കെ കൊടുത്ത ഇതൊരു ഇമേജാണ്. നമുക്ക് നോക്കും, ഇപ്പോൾ നമ്മുടെ ഒറിജിനൽ ഇമേജ് ഇതിൻ്റെ ഒറിജിനൽ ഇമേജ് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സിൽ തന്നെ അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു ഇമേജിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ കേസുകളിലൊക്കെ ആണ് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഈ ഒരു ടൂൾ, അല്ലെങ്കിൽ എക്സ്പെഷ്യലി നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന ടൂൾ എടുത്തുകൊണ്ട് യൂസ് ചെയ്യണം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ കളർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത ടൂൾ എന്ന് പറയുന്നത് Ctrl+B ആണ്, അല്ലെങ്കിൽ ബാലൻസ് ആണ്. ആ ബാലൻസ് എടുത്തുകൊണ്ട് നമുക്ക് ഹിസ്റ്ററി ബ്രഷ് ടൂളിൻ്റെ കാര്യങ്ങൾ, അതേപോലെ തന്നെ കളർ ഗ്രേഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാം. നെക്സ്റ്റ് നമുക്ക് ആർട്ട് ഹിസ്റ്ററി ബ്രഷ് ടൂളാണ്. ആർട്ട് ഹിസ്റ്ററി ബ്രഷ് ടൂൾ എന്താണ് നമുക്ക് നോക്കാം. ഇതിനെയും നമുക്ക് ഞാൻ നേരത്തെ കൊണ്ടുവന്നുള്ള ഇമേജിനെ ഞാൻ ഡിലീറ്റ് ചെയ്യാണ്, നമുക്കത് വേണ്ട. ഇപ്പോൾ നമുക്ക് ആർട്ട് ഹിസ്റ്ററി ബ്രഷ് ടൂളിന് സംഭവിക്കുന്നത് എന്താണ്? ആർട്ട് ജസ്റ്റ് ഞാൻ ഈ ആർട്ട് കൊടുത്തു. ഇവിടെ നമുക്ക് ഈ ഒരു ഇമേജിൽ ചെറിയ ഈ ഒരു ഹ്യൂസ്, അതായത് ഇതിൻ്റെ ഹ്യൂസ് മാത്രം, നമ്മളിവിടെ കുറേ വാല്യൂസ് ഉണ്ട്. നമുക്ക് ആർട്ട് ഹിസ്റ്ററി ബ്രഷ് ടൂളിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് നിലവിലെ കളേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് അവിടെ നമുക്കൊരു ആർട്ടിസ്റ്റിക് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ബ്രഷ് ടൂളിൻ്റെ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ആർട്ട് ഹിസ്റ്ററി ബ്രഷ് ടൂളിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ആർട്ട് ഹിസ്റ്ററി ബ്രഷ് ടൂളിൻ്റെ അപ്പോൾ അത് നമുക്ക് അതിൻ്റെ നോർമൽ മോഡിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാണ്ടാവും. അപ്പോൾ ഇവിടെ ഈ ഒരു ഇമേജിൻ്റെ അവിടുത്തെ ഒരു കളറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇവിടെ നമുക്ക് അതിനെ ഡാർക്കൻ ആയിട്ടുള്ള ഏരിയകളിൽ കുറച്ചും കൂടെ എംഫസൈസ് ചെയ്യാനും അതിനെ മാത്രം എഫക്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്കിവിടെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ കഴിയും. ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ കുറേ കളർ പാലറ്റ്സുകളുണ്ട്, അല്ലെങ്കിൽ കളേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ കളേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ആർട്ട് ഹിസ്റ്ററി ബ്രഷ് ടൂൾ സെയിം, നമുക്ക് ആർട്ട് ഹിസ്റ്ററി ബ്രഷ് ടൂളിൻ്റെ സെയിം ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Y-നെയാണ്. നമ്മൾ Y എടുത്തുകൊണ്ട് ഇതിനെ കുറച്ച് ഞാൻ ഒരു നോർമൽ മോഡിലേക്ക് ഇട്ടു. അത് നോർമൽ മോഡിൽ വെച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. ഉണ്ടോ? അപ്പോൾ ഇതിൽ നമുക്ക് Ctrl+Z അടിക്കണം. നമുക്ക് അത്രയും നമുക്ക് അതിൻ്റെ ഒരു ഏരിയൻ്റെ ഒരു സ്പ്രെഡിങ് നമുക്ക് കുറച്ച് കുറക്കാം. ഒരു 50 ഏരിയ വെച്ചുകൊണ്ട് നമുക്ക്. അതേപോലെ തന്നെ ബ്രഷ് സൈസ് ഞാൻ കുറച്ചും കൂടെ ക്ലോസ് ബ്രാക്കറ്റ് യൂസ് ചെയ്തു, ഇവിടെ ഒരു 50. ദെൻ ബ്രഷ് സൈസ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു നമ്മുടെ ടൂള് ആർട്ടിസ്റ്റ് ബ്രഷ് ടൂൾ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് സൈസ് നമ്മൾ ക്ലോസ് ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കതിൻ്റെ സൈസ് കുറച്ച് ഞാൻ ഒന്ന് റെഡ്യൂസ് ചെയ്തു. ദെൻ നോക്കൂ, നമുക്ക് ഇതേപോലെ അപ്പോൾ ഈ ഒരു കളറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം വരുന്നത് അല്ലേ. അപ്പം ഇത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൂളിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഒരു ടൂളിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഈ വാല്യൂം കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇതിനെ കൺട്രോൾ ചെയ്തെടുക്കാൻ കഴിയും. ഇവിടെ നമുക്കിപ്പോൾ ഇതിൻ്റെ സാച്ചുറേഷൻ മാത്രം നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാച്ചുറേഷൻ മാത്രം നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒപ്പാസിറ്റി വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 25 എന്നുള്ള രീതിയിൽ നമുക്ക് ഒപ്പാസിറ്റി വാല്യൂ കൊടുത്തു. ദെൻ നമുക്ക് ടൈറ്റ് ലോങ് കുറച്ചും കൂടെ ഉണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഏരിയയിൽ മാത്രം വരുന്ന ചേഞ്ചസ് നമുക്കറിയാം ഉണ്ടോ. ഇവിടെ അതിൻ്റെ സാച്ചുറേഷനിൽ വരുന്ന ചേഞ്ചസ് മാത്രമാണ്. ഒപ്പാസിറ്റി വാല്യൂ നമ്മൾ 100 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റ് അതിൻ്റെ ചേഞ്ചസ് എന്താണ് വരുന്നത് എന്നെല്ലാം അറിയാൻ കഴിയും ഉണ്ടോ. ഇവിടെയൊക്കെ അതിൻ്റെ ഒരു സാച്ചുറേഷനിൽ വരുന്ന ചേഞ്ചസ് നമുക്ക് ഓരോ ഏരിയയിലും അതിനെ എഫക്റ്റ് ചെയ്യുന്നത് നമുക്കിങ്ങനെ കാണാം. ഇപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക്
കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ബ്രഷിനെ അതിൻ്റെ മറ്റൊരു എഫക്റ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ടൂളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആർട്ട് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇതിൻ്റെ നമുക്ക് ഈ ഒരു ഏരിയയും അതേപോലെ തന്നെ അതിൻ്റെ ഓപ്ഷൻസും അതിൻ്റെ സ്റ്റൈൽസും കാര്യങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെയൊക്കെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ചില ബാക്ക്ഗ്രൗണ്ട്സ് കാര്യങ്ങളെല്ലാം നിലവിലെ കളേഴ്സും കാര്യങ്ങളും മിക്സ് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യും. ഇനിയിപ്പോൾ നിലവിലെ കളേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ യൂസ് ചെയ്യുന്ന പാലറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബ്രഷിന് നമ്മൾ ജസ്റ്റ് ലൈൻസൊക്കെ ക്രിയേറ്റ് ചെയ്തിപ്പോൾ നമുക്കൊരു നമ്മുടെ ബ്രഷ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതേപോലെ ഒരു ലൈന് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ലൈൻസിനെ നമുക്ക് പിന്നീട് നമ്മുടെ ഒരു സ്റ്റൈൽ വെച്ചുകൊണ്ട് ആർട്ട് ഹിസ്റ്ററി വെച്ചുകൊണ്ട് നമുക്ക് അതിലേക്ക് നമുക്ക് എഫക്ട്സുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ ലുമിനൻസ് അല്ല നോർമൽ കണ്ടീഷനിൽ നമുക്ക് ഇതിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് എഫക്ട്സുകൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് റെഡിയാക്കി എടുക്കാം എന്നുള്ളതാണ് ഈ ഒരു ടൂളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതൊരു എസ്പെഷ്യലി ഇതിനെ കൺട്രോൾ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ നിരന്തരമായ പ്രാക്ടീസുകൾ നമ്മൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ടും ഇതിൻ്റെ എഫക്ട്സുകൾ മാറ്റിക്കൊണ്ടൊക്കെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ചെറിയ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് എഫക്ട്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. ഇനി അതേപോലെ തന്നെയാണ് നമുക്ക് ബ്രഷ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മൾ പറഞ്ഞ അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉള്ള സംഭവങ്ങളാണ് ബ്രഷ് ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിലും നമുക്ക് ഈ വാല്യൂസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഇതിലെപ്പോഴും നമ്മൾ ഏത് ടൂൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്കതിൻ്റെ ആട്രിബ്യൂട്ട്സും അതിൻ്റെ സ്മൂത്തിങ്ങും കാര്യങ്ങളും തുടങ്ങിയുള്ള ഫ്ലോസ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ വേണം നമ്മളതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് പോകാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ക്രിയേറ്റീവായിട്ട് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസൈൻ വർക്ക്സുകൾ നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ലെസണിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങൾ ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. കൂടുതൽ ടൂൾസിനെ കുറിച്ചും മറ്റ് വരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതലായിട്ട് പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.